ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ, വാട്ടർ സർവീസ്, പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു ബൾബ് തെളിയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് പറഞ്ഞാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിന് ആയിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ക്ലച്ച് ഭാഗം അടക്കം കേട്ടോ. അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. നിലവിലിത് കിടക്കുന്നത് കമ്പനി ഫിൽറ്ററല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഇനി മാറ്റിയിടുന്ന സമയത്ത് ഇത് ഒറിജിനൽ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പേപ്പർ ടൈപ്പ്, ഈ മോഡലാകുമ്പോൾ ഇത് പക്ക പേപ്പർ ടൈപ്പാണ്. നമുക്ക് വന്നത് വിസ്കസ് ടൈപ്പാണ്, അതായത് ഒരു ഓയിൽ ഡിപ്പഡായിട്ടുള്ള മോഡലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊടി കയറി ബ്ലോക്ക് ആവുകയും എഞ്ചിനിലേക്ക് പോകുന്ന കാർബറേറ്ററിലേക്ക് കയറുന്ന എയറിൻ്റെ അളവ് കുറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്രോളായിരിക്കും കൂടുതൽ കയറി കത്താം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വരും, മൈലേജ് കുറയും, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിടുന്ന സമയത്ത് ഇപ്പോൾ നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ ജെനുവിൻ പാർട്സ് യൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമ്മൾ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ്. വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അബ്നോർമൽ ഒരു മുഴക്ക സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയല്ല നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി ക്ലച്ച് ചെക്ക് ചെയ്ത് ഗ്രീസിങ് ആവശ്യമുള്ള വണ്ടികൾ ഗ്രീസിങ് അത് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് നമ്മൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയതാണ്. അതിന് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ക്യാം ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ബാക്കിലത്തെ ടയർ പുതിയ ടയർ കിടക്കുന്നത് മിഷ്ലിൻ്റെ നല്ല മോഡലാണ് കിടക്കുന്നത് കേട്ടോ. ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചില്ലേ, ക്ലച്ചിനകത്ത് ഈ വരുന്ന ഈ വീലുകൾ മൊത്തം ഗ്രീസിങ്ങിൻ്റെ ഒരു അഭാവം ഉണ്ട് ഇതിനകത്ത്. മൊത്തത്തിൽ തുരുമ്പിടിച്ചുള്ള ഒരു സിറ്റുവേഷനിലാണ്. തന്നെയല്ല ഈ ഭാഗമൊക്കെ ഈ വീലും നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ വരുന്നൊരു പുള്ളി വീലിൻ്റെ ഈ മുകളിൽ വരുന്ന നട്ട് വരുന്ന ഭാഗം കൃത്യമായിട്ട് ലോഡായിട്ട് ടൈറ്റായിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. അത് ഈ നട്ട് ക്ലിയറായിട്ട് ഫുൾ ടൈറ്റിലേക്ക് ആയിട്ടുണ്ടായില്ല. അപ്പോൾ അതിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ വന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഈ ക്ലച്ച് ഡിസ്ക്, ഈ ക്ലച്ച് ഷൂ വരുന്ന ഈ യൂണിറ്റ് ഇതിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിവിടെ ഒരു ചെറിയൊരു ഫ്രീ പ്ലേ കാണിക്കും. ഈ ഒരു പ്ലേ ഉള്ളതുകൊണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇത്രയും കറക്റ്റ് സീറ്റിങ്ങിൽ ഇറങ്ങിപ്പോണ്ടാണ്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങുമ്പോൾ എത്ര ഒരു പ്ലേ കാണിക്കുന്നുണ്ട്, ഇത്രയും ഫ്രീ പ്ലേ ആണത്. അതിൻ്റെ ഒരു മുഴക്ക സൗണ്ടാണ് ആ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ഞാൻ ഈ നെട്ടോറിന് മാറ്റി പുതിയ നെട്ട് ഇട്ട് നോക്കാം. ടൈറ്റായി കിട്ടും, വേറെ പ്രോബ്ലം ഇല്ലാന്നിട്ട് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിത് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. നമുക്കൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു 1000 ചില്ലാണ്ട് നമുക്ക് ഇതിന് മാത്രം വില വേണ്ട സംഭവമാണ്. ഇത് നമുക്ക് ഇടയ്ക്ക് അഴിച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകേണ്ട സംഭവമാണ്, അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതുമാണ്. അതേപോലെ തന്നെ വരുന്ന ഈ പ്ലേറ്റ് ഓവലായി പോയിട്ടുണ്ട്. ഞാനിപ്പോൾ പുതിയത് എടുക്കുമ്പോൾ അതിൻ്റെ ആ കണ്ടീഷൻ കാണിച്ചു തരാം. അത് നമ്മൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. ഈ ക്ലച്ച് ഷൂ ഒക്കെ ഇതിനകത്ത് ഫുള്ള് തുരുപിടിച്ച് ശരിക്കും വികസിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ ഫുൾ ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ അതിൻ്റേതാണ് വണ്ടി ഓടിക്കാൻ ഒട്ടും കംഫർട്ടല്ലാത്തൊരു ഫീല് കിട്ടുന്നത് അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിതുമ്പോൾ നട്ട് പുതിയതൊന്ന് പിടിപ്പിച്ച് കറക്റ്റ് ടൈറ്റ് ആവണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്കുള്ള ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഹോൾസിൽ ചെറിയൊരു ലീക്കേജ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, കൈയോടെ നമുക്ക് ആ ഹോൾസിൽ മാറ്റിയിടുന്നതാണ് നല്ലത്. ബെൻഡെക്സിൻ്റെ പെർഫോമൻസൊക്കെ ചെക്ക് ചെയ്ത് നല്ലൊരു വർക്കിംഗ് നോക്കിയാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ഇതൊക്കെ പുതിയതാണ്, കുഴപ്പമൊന്നുമില്ല. ഈ വീലുകൾക്കൊന്നും വേറെ ഡാമേജ് ഇല്ല. ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലും ചെറിയൊരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നത്. ആ നട്ട് ക്ലിയറായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞ് അത് കാരണം എന്ന് വെച്ചാൽ ഇവിടെയാണ് അതിൻ്റെ ഇത് വരാം. അത് ഈ കവറുമ്പോൾ ഉരഞ്ഞേക്കണ ഈ കാണണം കേട്ടോ. ഫുള്ളായിട്ട് ഇങ്ങനെ ഉരഞ്ഞ് അതുള്ളത് കൊണ്ട് നട്ട് പുറത്തേക്ക് വരില്ല, അത് അതുമ്പോൾ ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്തിടണം. എന്തായാലും അത് ചെയ്യാതെ കൊണ്ട് നമുക്ക് കറക്റ്റാക്കി കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ അത് കൊണ്ട് വരുമ്പോഴാണ് ചെറിയ ഒരു അബ്നോർമൽ. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടെന്നറിയില്ല, ഓൾറെഡി ഒരു മുഴക്ക സൗണ്ട് ഉണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ചെറിയ ലീക്കേജ് ഉണ്ട്. ആ ഓയിൽസിൽ ലീക്കായിട്ട് ഓയിൽ ആ ഹെഡ് മേക്കടെ ഒഴുകിയുണ്ട്. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടേക്കാം. കാരണം കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് ശ്രദ്ധയിൽ പെടില്ല. നമ്മൾ പുറമേ നോക്കിയാൽ കൃത്യമായിട്ട് കാണാനും പറ്റില്ല. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമ്മൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. തൽക്കാലം ആ രീതിയിൽ ഉപയോഗിക്കാം. കൂടുതൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ മാറ്റിയിട്ടാണ്. ചോക്ക് കേബിൾ വർക്ക് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയ ഔട്ടർ വലിച്ചിൽ വന്നിട്ടുണ്ട്. ഞാൻ കറക്റ്റാക്കി ഇട്ടേക്കാം സൈഡ് ഇട്ടാൽ. കാരണം അത് ഇവിടെ ഒരു ഒടിച്ചിൽ പോലെ ഉണ്ട് ഈ ഭാഗം. അത് കറക്റ്റ് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് ഇടാണ്ട് വന്നാൽ മിസ്റ്റേക്കാം. അത് കറക്റ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് 1-2 കംപ്ലയിൻസുകൾ ഫ്രണ്ടിലുണ്ട്. ഒന്ന് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിള് ഫുൾ ടൈറ്റായ ഒരവസ്ഥയിൽ നമുക്ക് അഴിക്കണ സമയത്ത് നെട്ട് നമുക്ക് വീലഴിക്കാണ്ട് മാറുകയില്ല. അഴിക്കണ സമയത്ത് അത് ഒടിഞ്ഞിങ്ങോട്ട് പോകുന്നതാണ്. കാരണം അത്രയ്ക്ക് ത്രെഡ് ടൈറ്റ് വന്നിട്ട് നെട്ട് അത് നമ്മൾ തുരുമ്പിടിച്ച് ടൈറ്റായിട്ടിരിക്കാം. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. ഫ്രണ്ടിലത്തെ ബുഷുകൾ ലിങ്ക് ബുഷൊക്കെ ഇത്രയും പോയേക്കാം, അത്രയും പ്ലേ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബുഷ് സെറ്റപ്പാടി നമുക്ക് മാറ്റാം. ഈ സൈഡാണ് കൂടുതൽ വേണം, അത് റൈറ്റ് സൈഡിലാണ് ഇത്രയും പോയേക്കണം, നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റപ്പാടിയാണ് തന്നെ, അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. ഗ്രീൻ ബുഷുകളൊന്നും വേറെ കുഴപ്പമില്ല, ഇത് സെറ്റായിട്ട് മാറ്റാം. കാരണം ഞാൻ രണ്ടെണ്ണത്തിനെ മാറ്റിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമില്ല. ഫ്രണ്ട് ടയറായാലും പുതിയ ടയറാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോളോൻ്റെ ടയറാണ്, സാപ്പർ മോഡൽ, നല്ല കമ്പനി പാറ്റേൺ മന്ന മോഡലാണ്, നല്ല ടയറാണ്. അപ്പോൾ അത് നമുക്കൊരു യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയൊക്കെ ഒന്ന് കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2020 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാൻ ബാറ്ററിയുടെ കണ്ടീഷൻ ജസ്റ്റ് നോക്കിയേക്കാം. നിലവിൽ സെൽഫ് അടിക്കണതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി ടെസ്റ്റ് കൂടി നമ്മൾ കൂട്ടത്തിൽ നടത്തി വിടണമെന്ന് വെച്ചാൽ ജനറൽ സർവീസിൽ ഓൾറെഡി ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂട്ടത്തിൽ കൂടെ ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. കംപ്ലയിൻസ് കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും. നിലവിൽ വോൾട്ട് നോക്കുമ്പോൾ 12.90 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് സ്റ്റാറ്റസ് ഇവിടെ അറിയാനായിട്ട് പറ്റും. 12.89 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചേക്കണേ. 2020 ബാറ്ററിയാണ്, 4 വർഷം കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് കാണിക്കാം. കാരണം ഓൾറെഡി ടെസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിച്ചാണ് കേട്ടോ. ഇപ്പോൾ നിലവിൽ സെൽഫ് എടുക്കേണ്ടിലും എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. നമുക്ക് പ്ലഗ് വലിയ പഴക്കമില്ലാത്തതായിട്ട് തോന്നണം, നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റിക്കിൻ്റെ ഓറിക്ക് ലീക്കായിട്ട് സൈഡിൽ മൊത്തം ഓയിലായിട്ടുണ്ട്. അത് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ആ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് വാഷ് ചെയ്ത് പോകാം. കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് സാധാരണ ഇപ്പോൾ ക്രാങ്കിൻ്റെയൊക്കെ ഉത്സയിൽ പോയിട്ട് ലീക്ക് കിട്ടി നമുക്ക് അറിയാനും പറ്റില്ല. കാരണം ഈ ഓയിൽ ലീക്കാണെന്ന് വിചാരിക്കും. എന്തായാലും നമ്മൾ അതുകൂടി മാറ്റി ക്ലിയർ ചെയ്തിട്ടേ കേട്ടോ. അതിൻ്റെ ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ട് വാഷ് ഓറിയും കൂടി നമ്മൾ ചേഞ്ച് ചെയ്യണേ. അപ്പോൾ ആ രീതിയിൽ ചെയ്തേക്കാം. ഞാനപ്പോൾ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ ആ ക്ലച്ചിൻ്റെ വീലും കൂടി നോക്കിയിട്ട് തന്നെയാണ് എസ്റ്റിമേറ്റ് ഇടുള്ളൂ. കാരണം അതും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണക്കാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് പറയാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ. ഏകദേശം നമുക്കിപ്പോൾ 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ക്ലച്ചിനകത്ത് വന്നേക്കുന്നത്. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.